എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളത് കണ്ട ഇന്നത്തെ പരിപാടി നമ്മൾ എന്തിട്ടാന്ന് വെച്ചാൽ പോർക്ക് കുരുമുളക് ഇട്ട് അങ്ങോട്ട് ഫ്രൈ അങ്ങോട്ട് ചെയ്യാം. അതാണ് പരിപാടി. ഇന്നലെ പോർക്ക് വാങ്ങിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ പാനിൽ ചൂടാക്കിയിട്ട് കടായി ചൂടാക്കിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെച്ചാൽ വേണ്ടിട്ടാ, കാരണം പോർക്കിൽ നെയ്യ് ഉണ്ടാവും. ഇന്നലെ പോർക്ക് വാങ്ങിയാലേ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടാ പോർക്ക്. ഇനിയിപ്പോൾ എണ്ണ ചൂടാവണം. അത് ഞാൻ കുറച്ച് നേരം ഈ സാധനം വെച്ചിട്ടാ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അത് കാരണം നേരത്തെ കുറച്ച് നേരം വെച്ചിട്ട് ഇത് കണ്ട പുക വരുന്നുണ്ട. ചൂടായി നടത്താം. ഇത് ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാക്കണം. വണ്ടി വെച്ചിട്ട് പളഞ്ച് പോലെ കിടക്ക നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായിട്ടാണ് നമ്മുടെ കളികൾ. പോർക്ക് കണ്ട അലുവ കഷ്ണം പോലെ കിടക്കുന്നു. അലുവ പോലെ വെന്തിട്ടാ കണ്ട. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറെ നമ്മളതിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചുള്ളതാ. അപ്പൊ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ബോംബ് പോലെ പൊട്ടുണ്ടായിരുന്നെ. ഞാൻ ഹെൽമെറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. അതിന് എളുപ്പല്ല. എളുപ്പത്തന്നെ ബോംബ് പോലെ പൊട്ടും. കണ്ടാ. ഇനി സ്വല്പം വെളിച്ചെണ്ണ. ഓക്കെ, ഒന്ന് ചൂടായാലേ പടാപടാണ്. ചൂടാണെന്ന് പറയാൻ നമുക്ക് അലുവ തന്നെ. അലുവ എന്ന് പറഞ്ഞപ്പോ അമ്മ ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കിയേക്ക. ചക്കലുവ. അടിപൊളിയും. നെയ്യ് പണ്ടോണ്ടാ വേണ്ട, ഇഷ്ടല്ല. ചക്ക നിലത്ത് വരട്ടി ഇപ്പൊ എണ്ണ ചൂട് കഴിഞ്ഞില്ലേ നമ്മുടെ ആദ്യം സ്പീഡിലും പണി എന്താ. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് അതിട്ടു. അതിൻ്റെ ഒരു പച്ചമണത്തിന് പോണം. ആദ്യം നമ്മൾ മസാലകളൊന്നും ഇടുന്നില്ല ഇടയില്. ഓൺലി കുരുമുളക് മസാലകൾ ഉണ്ടല്ലോ, കാട്ട് മസാല ഇടണം. ഇതിൻ്റെ ഒന്നും ചെറിയൊരു വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചമുളക് ഇട്ടു. അയ്യോ, വേറൊരു സാധനം കേട്ടാ, കായപ്പൊടി. കായപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റാ. കുറച്ചിടാൻ പാടുള്ളൂ കേട്ടാ. കക്കി ഒരു മണത്തിന്. അതേ ഇന്ന് കുടപ്പുളിയും തെങ്ങും കശുമാവൊക്കെ മുറിച്ചായിരുന്നു. കുടപ്പുളി മുറിച്ചപ്പളേ അതൊന്നും കൊല്ല 4 ചാക്ക് കുടപ്പുളി. പിന്നെ നമ്മള് തക്കാളി ഇട്ടാ. അയ്യോ, തക്കാളി അല്ല, സബോള. തക്കാളി ലാസ്റ്റ് ഇടണം. സബോള എന്ന് വാടണം. ഫുള്ളായിട്ട് അങ്ങോട്ട് അധികം സബോള എന്ന് വാടണം. നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. അതേ പിന്നെ കുടംപുള്ളി വിളിച്ചിട്ട് അപ്പം ആ വീട്ടുകാർക്ക് വേണ്ട പുള്ളി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറെ പേര് 2-3 പേര് പറക്കി കൊണ്ടുപോയി. പിന്നെ 4 ചാക്ക് കുടംപുളി. 4 ചാക്ക് കുടംപുളി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അത് ഉണക്കണമെങ്കിൽ വേറെ സ്ഥലം വാടകയ്ക്ക് എടുക്കേണ്ടി വരും.
അത്രയും പെരുത്ത് കുടംപുളി പഴുത്തിട്ട് എന്തോരാന്നറിയോ. ഞാൻ എൻ്റെ ഒരു ഇതെടുത്തിട്ട് മുറിച്ച് ചാക്കിലാക്കി. അത്ര പെരുത്ത് കുടംപുളി. ആർക്കേലും വേണമെങ്കിൽ തരാട്ടാ. നമ്മളെ വല്ല ഭയങ്കരമാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതോളൊന്ന് വാടണമെങ്കിൽ കുറച്ച് ഇവിടെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയല്ല, ഉപ്പ്. സബോള വാടണമെങ്കിൽ ഉപ്പിടണമെന്ന് പറയാം. ഉപ്പിട്ടിട്ട് വളർത്താം നമ്മൾ. നമ്മുടെ ബാറിലൊക്കെ കിട്ടുന്ന പോലത്തെ സാധനം കേട്ടാ. ചട്ടി അടിപൊളിച്ചല്ലേ. അപ്പോൾ ചെറിയ വാട്ടായിട്ട് നമ്മളെ സംഭവം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്ത് ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ സ്വല്പം മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ മഞ്ഞൾ നട്ടിട്ട് അത് പൊടിപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാ. എന്തും മണം അറിയൂ, ഭയങ്കര മണം. പൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ റോട്ടിലും വീട്ടിലും നാട്ടിലൊക്കെ മണം. അത്രയും മണം. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ സ്വല്പം മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടാ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് സ്വല്പം ഇടണല്ലോ ഞാൻ. മുളക് പൊടിയൊക്കെ പൊട്ടയാ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് വയ്ക്കണം. വാടാൻ വേണ്ടിയിട്ട് മൂടി. ഓക്കെ, 15 മിനിറ്റ് ആയിട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ വാടി വന്നിട്ടുണ്ട്. വാടി സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഇടവേളയില് അലുവ കയറ്റിയിട്ട് മനുഷ്യൻ ചാവാറായി ഉണ്ടാൻ പറ്റില്ല. ഇനി നമ്മുടെ അലുവ അലച്ച ഓർക്ക് ഇട്ടു. ഓർക്ക് ഇട്ടിട്ട് ഒരു പൊടി പിടുത്തം ചൂടാക്കി. ഓർക്ക് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇത്തിരി ഇതിലിടണം. നമ്മൾ മുളക് പൊടി ഇട്ടില്ലല്ലോ. ഇത് 2 മുളക് ചീന്തിയിട്ട് ഇട്ടാ കുരുമുളക് പൊടി. പിന്നെ ഒരണ്ടങ്ങോട്ട് ചെറിയ ടീസ്പൂണിന് ഇട്ടുള്ളൂ കേട്ടോ. പട്ടയത്തിൻ്റെ മൂടി. പിന്നെ നമ്മളെ ചാട്ട് മസാല. ചാട്ട് മസാലയ്ക്ക് ചാട്ട് മസാലയുടെ മണം. ചാട്ട് മസാല പിന്നെ കസ്തൂരി മേത്തി. ഇതൊക്കെ ആദ്യം ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മേടിച്ചിട്ടുള്ള കേട്ടോ. നാളെ മുന്നേക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ളതാ. നമുക്ക് ഇതൊക്കെ ചെപ്പിലിട്ട് വെക്കണം. അല്ല, അതൊക്കെ കഴിഞ്ഞു. പുതിയ ഇതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ്. എവിടെ ഒരു തുണ്ട് കായപ്പൊടി, ഒരു ശകല
ഓക്കെ, പിന്നെ സ്വല്പം ഉപ്പിടാം. പോത്തിനും കുറച്ചിട്ടുണ്ട്, മറ്റേ നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. കുറച്ചിട്ടുള്ളോട്ടല്ല ഉപ്പ്, പിന്നെ ബുദ്ധിന്ന് പോവാല്ലേ. എന്താ ബുദ്ധി പോവല്ലേ? ഓക്കെ, ഇനി ഇത് മിക്സ് ആക്കാം. കബാബിന്റെ മണം, ജീരകത്തിന്റെ മണം. എന്താ ജീരകത്തിന്റെ മണമൊന്നുമില്ല. അല്ല, കസ്തൂരി മേത്തി പോലെ സാധനം ജീരകത്തിന് വേറെ എന്താ ആണോ? ഞാൻ കരുതിയ എന്താ സാധനം. നമ്മൾ മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കാം. അയ്യോ, അടച്ചു വെച്ചു. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് കഴിക്കുന്നത് വേറെ എവിടെ കാണാം.